ഹലോ ചങ്കുള, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ വാണിയംകുളം ചന്തയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാണിയംകുളം ചന്ത എവിടെ സ്ഥിതി ചെയ്യണമെന്ന് ചോദിച്ചിട്ട് നമ്മൾ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളത്താണ് കേട്ടോ നമ്മളെ വാണിയംകുളം ചന്ത സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു വാണിയംകുളം ചന്തയെ കുറിച്ചിട്ട് 1-2 വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അവസരം കിട്ടിയപ്പോൾ എന്തായാലും ഒരു കൗതുകം തോന്നി. കാരണം ചോദിച്ചാൽ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ. വീഡിയോസ് കാണുന്നവർ ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ട് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ സബ്ബൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. പിന്നെ അതേമാതിരി തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ഈ ഒരു വാണിയംകുളം ചന്തയ്ക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് എനിക്ക് പറയാനറിയില്ല കേട്ടോ. കാരണം ചോദിച്ചാൽ ഒരുപാട് വർഷങ്ങളായിട്ട് നടന്നു വരാറുള്ള ഈ ഒരു ചന്ത കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിൽ ഒരു ചന്തയുണ്ട് ഈ ഒരു വാണിയംകുളം ചന്ത. ഇതേമാതിരി തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന് മുന്നേ 2 വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നിരുന്നാലും ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷെ അവരാരും ഈ ഒരു വീഡിയോ കണ്ടോളന്നില്ല കേട്ടോ. കാരണം ചോദിച്ചാൽ അവർക്കും വേണ്ടിയിട്ട് ഒരു പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമാതിരി ചെയ്യുകയാണ് ഇപ്പോൾ. പിന്നെന്താ വാണിയംകുളം ചന്തയിൽ നിന്ന് കച്ചവടമൊന്നും കാണാത്ത ആൾക്കൂട്ടമൊന്നും ഇല്ലാത്തെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ദിവസം ചന്ത ദിവസം അല്ല കേട്ടോ. നാളെയാണ് ചന്തയുടെ പ്രവർത്തന ദിവസം. കാരണം വെച്ചാൽ ഇവിടെ കുറച്ച് പശുക്കളിനെല്ലാം കാണാനുണ്ടല്ലോ. അതെല്ലാം ഒരുപാട് ദൂര സ്ഥലത്ത് നിന്നൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം മുന്നേയൊക്കെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുന്ന നാളേക്കുള്ള സെയിൽസിന് വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന ഈ ഒരു പശുക്കളാണിത്. ആ ഒരു അപ്പുറ സൈഡിൽ കുറച്ച് പോത്തുകളെയും കാണാൻ സാധിക്കും കേട്ടോ. നാളത്തെ ദിവസം ഇവിടെ കാലുകുത്താൻ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്കും തിരക്കുണ്ടാവുക. ഒരുപാട് കച്ചവടക്കാരും പശുവിനെ മേടിക്കാനും വാങ്ങാനും ഒരുപാട് ജനങ്ങളും ആൾക്കൂട്ടം തിരക്കൊക്കെ തന്നെയാവും. പിന്നെ ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്തൊന്നും താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്യാനേ പറ്റില്ല, അത്രയ്ക്കും തിരക്കാവും ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ കാണുന്നത് കുറച്ച് പശുക്കളുള്ളൂ കേട്ടോ. നാളെ ഇവിടെ പശുക്കൾ നിറയും. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേമാതിരിക്കെ തന്നെ ഞാൻ ഈ ഒരു പരിസരത്ത് ആഴ്ചയിൽ ഒരു 1-2 പ്രാവശ്യമൊക്കെ വരലുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴൊന്നും ഞാൻ ഇതേമാതിരി വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറില്ല. കാരണം ചോദിച്ചിട്ട് നമ്മൾ ചാനലിൽ ഓൾറെഡി 2 പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് കേട്ടോ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യാത്തത്. നമ്മുടെ ഈ ഒരു വാണിയംകുളം ചന്തയിൽ കൂടുതലായിട്ടും സെയിൽസ് നടക്കുന്നത് പശുക്കൾ മാത്രമല്ല കേട്ടോ. നല്ല അടിപൊളി മോരിക്കുട്ടന്മാരുണ്ടാവും, പോത്തുകളുണ്ടാവും, ആടുണ്ടാവും, വേണ്ടി വന്ന കോഴികളുണ്ടാവും. പിന്നെ എങ്ങനെ ചോദിച്ചാൽ ഈ ഒരു കച്ചവട സമയത്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇവരുടെ ആ കാട്ടിക്കൂട്ടിലും വർത്തമാനവും കച്ചവടമൊക്കെ കാണാൻ നല്ല രസം തന്നെയാണ്. ഞാൻ പിന്നെ പലപ്പോഴും വാണിയംകുളം ചന്തയിലേക്ക് വരലുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വാണിയംകുളത്തേക്ക് വ്യാഴാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ വെറുതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ചന്തയിലേക്കൊക്കെ വന്നിട്ടൊന്ന് റൗണ്ട് അടിക്കലുണ്ട്. ആ ഒരു സമയത്ത് ഇവിടുത്തെ കച്ചവടക്കാരുടെ കാട്ടിക്കൂട്ടിലും വർത്തമാനവും കയറുകൊടുക്കലെല്ലാം കാണുമ്പോൾ സത്യം പറയാൻ ചില അടിപിടി നടക്കണ മാതിരിയാണ് കച്ചവടം ഉണ്ടാവുക. ഇപ്പൊ പിന്നെ മഴക്കാലാണെന്നുണ്ടെങ്കിലും മഴയൊന്നുമില്ല കേട്ടോ. മഴയില്ലാത്ത കാരണത്തിൽ ഭയങ്കര വെയിലാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അത് കാരണം ഈ മിണ്ടാപ്രാണികളൊക്കെ വെയിലത്താണ് കേട്ടോ നിൽക്കുന്നത്. അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഒരു വാണിയംകുളം ചന്തയിലേക്ക് പശുക്കളേനെയും പോത്തുകളേനെയും മൂരികളേനെയൊക്കെ സെയിൽസിനും വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കേരളത്തിനകത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്ത് നിന്നും വരുന്നുണ്ട്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, നോർത്ത് ഇന്ത്യ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചോദിച്ചാൽ ഈ ഒരു ചന്തയുടെ പ്രവർത്തന സമയം വ്യാഴാഴ്ച ദിവസം രാവിലെ തുടങ്ങും കേട്ടോ. രാവിലെ ഒരു 5 മണിക്കൊക്കെ വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ ചന്ത സ്റ്റാർട്ടിങ് ആയിട്ടുണ്ടാവും. വ്യാഴാഴ്ച രാവിലെ മുതൽ ഏകദേശം ഒരു ഉച്ച വരെ ഈ ഒരു ചന്തയിൽ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്കും തിരക്കാവും ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും പശുക്കളും മൂരികളും മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഒന്ന് സൂം ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ദൂരത്ത് നോക്കി നിങ്ങൾ കുറേ പോത്തോള് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. എന്തായാലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കൊക്കെ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വെയിൽ. അപ്പോൾ എന്തായാലും ഞാനൊരു സെൽഫിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. നോക്കി നിങ്ങൾ, മൂരിക്കുട്ടന്മാരൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഉള്ളത്. യാത്രാക്ഷീണം കൊണ്ടായിരിക്കാമെന്നൊക്കെ തോന്നുന്നത്. പിന്നെ എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ നമ്മളിടുന്ന ഒരുപാട് പഴയ വീഡിയോസ് ഉണ്ട് കേട്ടോ. കാണാത്തവരുണ്ട് വെച്ചാൽ ഒന്ന് പോയി കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോ? നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ വീണ്ടും അടിപൊളി നല്ല വീഡിയോസ് കാണുന്നവരേക്കും, അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ.